സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണ രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന രീതിയായ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ (EDBT) നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇതു സംബന്ധിച്ച ഉത്തരവ് ധനവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതുവരെ സഹകരണ സംഘങ്ങളിലെ കളക്ഷൻ ഏജന്റുമാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ എത്തിച്ചു നൽകുന്ന രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ കിടപ്പുരോഗികൾ ഉൾപ്പെടെയുള്ള ഒഴിവാക്കാനാകാത്തവർക്ക് മാത്രമായി വീട്ടിലെ പെൻഷൻ വിതരണം പരിമിതപ്പെടുത്തും. സംസ്ഥാനത്ത് ഏകദേശം 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണ് ഉള്ളത്. ഇതിൽ 26 ലക്ഷത്തോളം പേർക്ക് മാത്രമാണ് നിലവിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി തുക ലഭിക്കുന്നത്. പകുതിയിലധികം പേരും തുക നേരിട്ട് കൈകളിൽ വാങ്ങുന്നവരാണ്. പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതോടെ ഇതുവരെ കൈകളിൽ പണം വാങ്ങിയിരുന്ന 35 ലക്ഷത്തിലധികം ആളുകൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ എത്രയും വേഗം ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഈ പുതിയ തീരുമാനം എന്നുമുതൽ പ്രാബല്യത്തിൽ വരുമെന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക തീരുമാനമായിട്ടില്ല. അതിനാൽ വരും മാസങ്ങളിലെ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ കൈകളിൽ ലഭിക്കാനാണ് സാധ്യത. എങ്കിലും ഭാവിയിൽ പെൻഷൻ മുടങ്ങാൻ സാധ്യതയുള്ളതിനാൽ ഗുണഭോക്താക്കൾ ആവശ്യമായ ബാങ്ക് രേഖകൾ ആധാറുമായി ലിങ്ക് ചെയ്ത് മുൻകൂട്ടി തയ്യാറാക്കി വെക്കേണ്ടതാണ്. അതേസമയം ക്ഷേമ പെൻഷൻ തുക 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വരുന്ന 6 മാസത്തിനുള്ളിൽ ഈ വർധനവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ നിലവിലുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് നടപടികൾ സെപ്റ്റംബർ 30 വരെ പുരോഗമിക്കുകയാണ്. വിതരണ നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ഗുണഭോക്താക്കളും നിശ്ചിത തീയതിക്കകം തന്നെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് അധികൃതർ അറിയിച്ചു.